ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും മേൽ വെടിനിർത്തലിന് സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ആക്രമണം അവസാനിപ്പിച്ചത് ഇരുഭാഗം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആശങ്ക തുടരുകയാണ്. ലെബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ സമാധാന കരാറിൽ കരുനിഴൽ വീഴ്ത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിനിടയിൽ സമാധാന കരാർ അന്തിമമായി ഒപ്പിടുന്നതിൽ നിന്ന് അല്പം മാറ്റമുണ്ടാകുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് JD വാൻസ് ഒക്കെ യാത്ര റദ്ദാക്കിയെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, സമാധാന കരാർ അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഇരുകൂട്ടരും ഫിസിക്കലായുള്ള ഒപ്പിടലും മറ്റും നടക്കാതിരുന്നതാണ്. പക്ഷേ അതിപ്പോൾ ഈ പുതിയ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ പ്രകോപനത്തിൽ അതുണ്ടാകുന്നില്ല എന്നുള്ള വിവരങ്ങൾ കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരം? വീണ്ടും പ്രതിസന്ധികൾ രൂക്ഷമാകുന്നുണ്ടോ ഇസ്രായേലിന്റെ പുതിയ നടപടികളിൽ? രഞ്ജിത്ത്, പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സമാധാന ധാരണാപത്രത്തിൽ ഏറ്റവും പ്രധാനം ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണം എന്നതായിരുന്നു. എന്നാൽ ഞായറാഴ്ച ഈ സമാധാന കരാർ ഇരു വിഭാഗങ്ങളിലും ധാരണയിലെത്തിയ ശേഷം അവിടെ ബെയ്റൂട്ടിൽ ആക്രമണം നടന്നു. അതിനുശേഷവും ഇരു വിഭാഗങ്ങളും ഈ കരാറിൽ ഒപ്പിട്ട ശേഷവും ആക്രമണങ്ങൾ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ലെബനനിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം US-ഉം ഖത്തറും ഈ രാജ്യങ്ങളുടെ പ്രതിനിധികൾ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇസ്രായേലും ലെബനനും ഒരു വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന് US അവകാശപ്പെടുന്നു. സമ്മർദ്ദങ്ങൾ US ശക്തമാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അവകാശവാദം. ലെബനൻ സമയം പ്രാദേശിക സമയം 4 മണി മുതൽ വെടിനിർത്തൽ നിലവിൽ വന്നു എന്ന് പറയുമ്പോഴും ആശങ്കകൾ അവസാനിക്കുന്നില്ല. ലെബനനിൽ ഹെസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ്. ലെബനന്റെ ഏറ്റവും ഒടുവിൽ വന്ന പ്രതികരണങ്ങളും ഉടനൊന്നും ഈ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന സൂചനകളാണ് നൽകുന്നത്. അതിൽ ലെബനൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ സൈന്യം ലെബനനിൽ നിന്ന് പിന്മാറുന്നത് വരെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്രായോഗികമായിരിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ലെബനൻ ആരോഗ്യ മന്ത്രാലയം ചില കണക്കുകൾ കൂടി പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 47 പേർ കൊല്ലപ്പെട്ടുവെന്നും 97 പേർക്ക് പരിക്കേറ്റുവെന്നുമാണ് പുറത്തുവിട്ട കണക്കുകൾ. ഇതിൽ 7 സ്ത്രീകളും 2 കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്ക് ഈ ആക്രമണത്തിൽ പരിക്കുണ്ട്. ഇസ്രായേൽ സൈന്യമാകട്ടെ അതേ നാണയത്തിൽ തന്നെ അതിന് മറുപടി നൽകി. എന്ത് തീരുമാനങ്ങളും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്രായേൽ സൈന്യത്തിന് ഇപ്പോഴും ഉണ്ട് എന്നാണ് അവരുടെ വക്താവ് പ്രതികരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അമേരിക്ക ഇടപെട്ട് ഇരു വിഭാഗങ്ങൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കി. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നു. പക്ഷേ അപ്പോഴും ആശങ്കകൾ അവസാനിക്കുന്നില്ല. നിലവിൽ ശക്തമായി പോരാടും എന്ന സന്ദേശം തന്നെയാണ് ഇരു വിഭാഗങ്ങളും നൽകുന്നത്. ഇത് ഇറാനും US-ഉം തമ്മിലുണ്ടാക്കിയ സൈനിക കരാറിലും സമാധാന കരാറിലും ചില ആശങ്കകൾ ഉളവാക്കിയിട്ടുണ്ട്. അബ്ബാസ് അരഗച്ചിയുടെ ഏറ്റവും പുതിയ പ്രതികരണങ്ങളും അത് സൂചനകൾ നൽകുന്നു. അതായത് ഇസ്രായേലിന് ഒരു സമാധാനത്തിന് താല്പര്യമില്ല എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള പ്രതികരണങ്ങൾ വരുന്നത്. എന്തായാലും ഇസ്രായേലിൻ്റെയും ലെബനനിൽ നടത്തുന്ന ഹെസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അത് എത്രത്തോളം തീവ്രമാണ്, അതിനെ ആശ്രയിച്ചിരിക്കും ഈ സമാധാന കരാറിൻ്റെ ഭാവി. സ്വിറ്റ്സർലൻഡിൽ ഇരു വിഭാഗങ്ങളും, അതായത് US പ്രതിനിധികളും ഇറാൻ പ്രതിനിധികളും തമ്മിൽ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. ആ കൂടിക്കാഴ്ച മുടങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് ഇസ്രായേലും ഹെസ്ബുള്ളയും എത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നിശ്ചയിച്ച പ്രകാരമുള്ള കൂടിക്കാഴ്ചകൾ നടത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പാകിസ്ഥാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ മുൻകൈ എടുത്തുകൊണ്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങളും ഈ ഘട്ടത്തിൽ സജീവമാണ്. രഞ്ജിത്ത്, സ്വിറ്റ്സർലൻഡിലേക്ക് അവസാനഘട്ട ചർച്ചകൾക്കായി ഇന്ന് നടക്കുന്ന ചർച്ചകൾക്കായി തിരിക്കായിരുന്നതാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ JD വാൻസ്. പക്ഷേ ആ യാത്ര റദ്ദാക്കി എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. JD വാൻസിന്റെ സന്ദർശനം റദ്ദാക്കിയതിന് പ്രധാനപ്പെട്ട കാരണം സ്വിറ്റ്സർലൻഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഐലൻഡിൽ വെച്ചായിരുന്നു ഈ ചർച്ചകൾ. റിസോർട്ടിലൊക്കെ ഈ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി വരികയായിരുന്നു. അതിൽ നേരത്തെ കാർത്തിക് പറഞ്ഞതുപോലെ സുപ്രധാനമായ വ്യവസ്ഥ ഈ ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു. ഇതിനിടയിൽ 4 ഇസ്രായേലി ഭടന്മാർ കൂടി, സേനാ വിഭാഗങ്ങൾ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ടല്ലോ കാർത്തിക്. അത്തരം ചില വിവരങ്ങളും കൂടി പുറത്തു വന്നിരുന്നു ഇന്നലെ തന്നെ. അങ്ങനെ പരസ്പരം ആക്രമണം ഉണ്ടാകുമ്പോൾ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്ന പശ്ചാത്തലം കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ലെബനനിൽ ഹെസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് 4 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ കടുപ്പിച്ചതും. അല്പം മുമ്പും റോയിറ്റേഴ്സ് പുറത്തുവിട്ട ചില വാർത്തകൾ അവിടെ ഇപ്പോഴും വടക്കൻ ലെബനൻ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ തുടരുന്നു എന്നാണ്.
പുകപടലങ്ങൾ ഉയരുന്ന ദൃശ്യങ്ങൾ അടക്കം പങ്കുവച്ചുകൊണ്ടാണ് ഈ വാർത്ത റോയിറ്റേഴ്സ് പങ്കുവച്ചിരിക്കുന്നത്. ഇസ്രായേൽ മന്ത്രാലയം ഏറ്റവും ഒടുവിൽ ഈ ആക്രമണം ആരംഭിച്ച ശേഷം ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ കണക്കുകൾ കൂടി പുറത്തുവിടുമ്പോൾ നിലവിൽ ഈ വെടിനിർത്തൽ കരാർ അത് നിശ്ചയിച്ച പ്രകാരം മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതിൽ ആശങ്കയുണ്ട്. ഇസ്രായേൽ ലെബനനിൽ ഹെസബുള്ളയെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായും സമാധാന കരാറിനെ പ്രതികൂലമായി ബാധിക്കും. എന്തായാലും ഹോർമൂസിൽ കാര്യങ്ങൾ മെല്ലെ ശാന്തമാകുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ ഏതാണ്ട് 18 മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് അവിടെ നിന്ന് കയറ്റുമതി ചെയ്തത്. അത് സംബന്ധിച്ച കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡിലെ കൂടിക്കാഴ്ച അത് നടക്കുമോ എന്നതാണ് വരും മണിക്കൂറുകളിൽ അറിയേണ്ടത്. ആ കൂടിക്കാഴ്ച നിശ്ചയിച്ച പ്രകാരം നടത്താനുള്ള ശ്രമങ്ങൾ സജീവമായി നടക്കുന്നു. പക്ഷേ അപ്പോഴും ഇസ്രയേൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. മറുവശത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം NPS ന്യൂസിന് അനുവദിച്ച ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഇസ്രയേലിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് എന്നാണ്. അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം നെതന്യാഹുവുമായി ട്രംപ് ഫോണിൽ സംസാരിച്ചു. താൽക്കാലികമായെങ്കിലും ഈ വെടിനിർത്തൽ ധാരണയിലേക്ക് ശക്തമായി പാലിക്കണം എന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനോട് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പക്ഷേ എത്രത്തോളം അത് പ്രായോഗികമായി നടപ്പാക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും സമാധാന ധാരണാപത്രത്തിന്റെ ഭാവി. അതാണ് സാഹചര്യം. ഏതായാലും കാത്തിരുന്ന് കാണാം ഈ സമാധാന കരാർ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ക്രമീകരണങ്ങൾ. അത് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല.